അത്രയും നല്ലൊരു സ്പ്രേ സ്പാരോയ്ക്ക് നല്ല ടാഗ്. അയ്യോ പഴുത്ത് അവരുടെ സ്വന്തം പ്ലെയറിനെ തന്നെ ഇടിച്ചു നിർത്തി കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ഡൗൺ. അലക്സൈക്ക് രണ്ട് വിക്കും വാരി എടുത്തിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ലടാ. ഈ ഒരു ആംഗിളിൽ നിന്ന് കയറിയിട്ടുണ്ട്. പക്ഷേ ജോയ് പട്ടാഭിരാമൻ എടുത്തു കേട്ടോ. നടിയിൽ പട്ടാഭിരാമനും അവിടെ നിര്യാതനായിരിക്കും. സർവറിന്റെ പണിയും കൂടെ എടുക്കുന്നുണ്ട്. പ്രൊസസറൊക്കെ കത്തി തീരും. സിമ്പിൾ ആണല്ലോ. ഫാക്ടറി ഇപ്പോഴും ഓക്കെ അവിടെ ഏബല എത്തിയിരിക്കുകയാണ്. അവിടെ ഏബല ഈ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്? എവിടെ, എങ്ങനെ, എപ്പോ? TBS ഇപ്പോഴും പിറ്റിയത് തന്നെയാണോ കളിക്കുന്നത്? സോൺ എൻട്രി എടുക്കാൻ അവരുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് വരുന്നില്ലേ? ലാസ്റ്റ് 20 മിനിറ്റിലോട്ട് സോൺ ചുരുങ്ങുകയാണ്. ഇനി ചുരുങ്ങി കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് വന്ന് നിൽക്കും. ഇനി അങ്ങോട്ട് ചുരുങ്ങാനില്ല. ക്രിക്കറ്റോ? ഓക്കെ സ്പാരോ. ഓക്കെ ഇവിടെയും വണ്ടി ലോക്കായെന്ന് തോന്നുന്നു. ഇവർക്ക് 2 വണ്ടിയായി ചുരുങ്ങി. മൂന്നാമത്തെ വണ്ടി എന്താടാ പറഞ്ഞത്? നല്ലൊരു സ്പ്രേ സ്പാരോ രമണൻ. അവര് ലോക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഇല്ലെങ്കിൽ സ്നൈപ്പിന് ആ ഒരു പിക്ക് ഓഫ് എടുത്ത് കൊടുപ്പിക്കാൻ സാധിച്ചേനെ. അവരുടെ വണ്ടി കൺട്രോൾ നഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിടുന്നില്ല, സ്നൈപ്പ് വിടുന്നില്ല. അവിടെ ബ്ലോക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ബോബിയുടെ സപ്പോർട്ട് കൂടെ കിട്ടിയെങ്കിൽ മേ ബി ഈ ഒരു 2 പിക്ക് കൂടെ കൺട്രോൾ ആക്കാൻ സാധിക്കും. അവരുടെ 4 ടയറാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഡോർ ആണെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും നല്ലൊരു സ്പ്രേ സ്പാരോയ്ക്ക് നല്ല ടാഗ്. പട്ടാഭിരാമൻ ഓടി ദിശ മാറിപ്പോയി. അങ്ങനെ TBSന്റെ മൂന്നാമത്തെ വണ്ടിയും അവർക്ക് 12 പേരെ അടിക്കാൻ ഇനി വെറും 2 വണ്ടി. ബാക്കിയുള്ളവർ നടന്നു പോകേണ്ടി വരും. 8 പേർക്ക് കയറാൻ പറ്റുന്ന ആ വണ്ടി എടുത്ത് എവിടെ പോകാനാ? പേര്. അങ്ങനെ മൂന്നാമത്തെ വണ്ടിയും TBSന് നഷ്ടമായി. പക്ഷെ TBS ആരും കടന്ന് സോണിൽ കയറാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നതാണ്. പക്ഷെ നല്ലൊരു ടാഗ് കിട്ടിട്ടുണ്ട് അവിടുന്ന്. കില്ലുവ ജപ്പാൻ സ്പോട്ട് ചെയ്ത് നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. TBSന്റെ ബാക്കി വണ്ടികൾ ഇപ്പോഴും ഇവിടെ പെറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4-8 പേര് 4 ടയറും ഇല്ല വണ്ടിക്കും. ഇത് റിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെയും പോയി. ഇവിടെ സോണി പോലും കേറിയിട്ടില്ല ഇതുവരെ. ഫാക്ടറി. ഓക്കെ പ്ലേയേഴ്സ് ഇവിടെ വന്നേക്കുന്ന ഒരു കാര്യം അവര് സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏബൽ ആൻഡ് മോബി. സോണി പോലും കേറിയിട്ടില്ല ഒരാള്. ഇവിടെ ഉണ്ടല്ലോ അന്ന് അല്ലൂർജിന് അവിടെ നിക്കുന്നതിന് അല്ലുഅർജുന്റെ കളിയല്ലേ? രണ്ട് പ്ലേയേഴ്സ് ഓടുന്നത് ഇവിടെ മന്ദാര സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോ എല്ലാ സൈഡിൽ നിന്നും ടാഗ് അവര് ഓൾറെഡി സ്പോട്ടഡ് ആയി. ഓക്കെ അവരും ഇവിടുന്നുള്ള TBS പ്ലേയേഴ്സ് സ്പോട്ടഡ് ആയിട്ടുണ്ട്. ചില്ലറ പ്രാക്കല്ല വാങ്ങിച്ചു വെക്കാൻ പോകുന്നത്. ഇവിടെ എന്താണ് TBSന് ചെയ്യാൻ സാധിക്കുക, അവരെന്താണ് ചെയ്യാൻ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ബാക്കി പ്ലേയേഴ്സ് ഇവിടെ പെടാം. ഒരാള് പോലും കേറിയിട്ടില്ല. ആ ഒരു എൻട്രി ട്രൈ
നോക്കട്ടെ, അവർ എല്ലാ സൈഡിൽ നിന്ന് ട്രൈ ചെയ്താലേ നടക്കുന്നുള്ളൂ. പക്ഷേ അവരിപ്പോഴാണ് ട്രൈ ചെയ്തത്. അവർ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. ഓൾറെഡി 2 സോൺ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു സോൺ ഷിഫ്റ്റിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയുള്ളൊരു സോൺ ഷിഫ്റ്റ് ഒരു ഓപ്പൺ ഗ്രൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഓക്കെ, മോബി ബാക്ക് ചെയ്ത് കൗണ്ടർ. ഓ, മിസ്റ്റി ഓടി ടോപ്പിൽ കയറി. പക്ഷെ മിസ്റ്റിക്ക് രണ്ടാമത്തെ പിക്ക്. ഓ, ടീമേഴ്സിന്റെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇവിടുന്ന് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഏബൽ അവിടെ വണ്ടി ഇട്ടിട്ട് കവർ ഫയർ കൊടുത്തു അവരെ സോൺ ഔട്ടിലോട്ട് ഓടിച്ചിട്ടുണ്ട്. ബട്ട് അവിടെ പിക്ക് ഓഫ് കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഏബലിന്. ബട്ട് അവര് സോൺ ഔട്ടിലോട്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് TBS ചെയ്യാൻ പാട്ടല്ലേ അത് വിഷയം പടമല്ലേ ലക്കി റൈസർ ഒക്കെ? അത് വേറൊരു പടമുണ്ട്, ഗജപോക്കിരി. ഗജപോക്കിരി വിഷയം. അത് വിഷയ. എനിക്ക് ലക്കി റൈസറിന്റെ കിൽ ബിൽ പാർട്ണർ ഉണ്ട്. എന്റെ അമ്മോ, കൂടിപ്പോയാ പൂട്ടേണ്ടി വരും സാർ. ഞാനങ്ങ് പൂട്ടിക്കോളാം. അത്രയല്ലേ നടക്കത്തുള്ളൂ. അത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് വേറൊരു പേരിൽ അങ്ങ് സർവർ തുടങ്ങും. മനസ്സിലായോ? എക്സ്ലാൻഡിസ് എന്നാണെങ്കിൽ ഞാൻ അടുത്തത് യുലാൻഡിസ് എന്ന് പറഞ്ഞു തുടങ്ങും. എന്തുവാടാ പറഞ്ഞത്? അത്രേ ഉള്ളു. ഒരു ദിവസത്തിനുള്ളിൽ പുതിയ സർവറും അപ്പാവും. മതിയോ? സെയിം ഫീച്ചേഴ്സ്, സെയിം ഇത്, പേര് മാത്രം വ്യത്യാസം. എക്സിന്റെ അവിടെ വൈ ഇടും ഞാന്. അല്ലെങ്കിൽ എന്റെ പേരിലൊരു സർവർ TBS ഇവിടുന്ന് കയറാൻ ശ്രമിക്കുന്നുണ്ട്. TBS സോൺ ഔട്ടിലാണ്, ഓൾറെഡി സ്പോട്ടഡ് ആണ്. ഓക്കെ, ഇവിടെ സോൺ ഔട്ടിൽ നിന്ന് കയറുന്ന TBSനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഓരോ ഏരിയകളും ഓൾറെഡി TBSന് നല്ല ടാഗ് കിട്ടുന്നുണ്ടല്ലേ. ലാസ്റ്റ് സോൺ ഷിഫ്റ്റ് കൂടെ വന്നു കഴിഞ്ഞു. ഇനി അവർക്ക് എൻട്രി എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ഇനി സൂസൈഡ് എൻട്രി ആണ് അവർക്കുള്ളത്. TBSന്റെ പ്ലേയേഴ്സ് കയറാൻ ശ്രമിക്കുന്നു. ബട്ട് ലോങ്ങിലൊരു പിങ് ആരായിട്ട് കൊടുത്ത് പട്ടാഭിരാമൻ. കറന്റ് സിനാരിയോയിൽ ഈ ഒരു സോണിൽ എൻട്രി എടുക്കണമെങ്കിൽ ഒരേ ഒരു എൻട്രി പോയിന്റ് കറന്റ്ലി ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ആ ഒരു എൻട്രി പോയിന്റ് കറക്റ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ കിടിലായിരിക്കും. ഇതാണ് ഇവിടെ ലക്കി റൈസറോ അതല്ലേ? ഇവിടുന്നാണ് എൻട്രി പോയിന്റ് ആകുന്നത്. ഒരു വണ്ടി കൊണ്ടുവന്ന് കുത്തിട്ട് അകത്തോട്ട് ചാടുക, ചാടിയിട്ട് വലത്തോട്ട് ഓടുക. കണ്ടോ, ഒന്ന് മേളിൽ നിന്നുള്ള എന്നെ പടമല്ലേ വില്ലൻ പറയുന്ന എല്ലാം ജീവിതാനുഭവങ്ങളോ? അത് മറ്റേ പടം, അത് ഗജപോക്കിരിയില്ലേ? ഓക്കെ, ലക്കി റൈസറിനകത്തല്ലേ അവൻ മറ്റേ പ്രഡിക്ട് ചെയ്തല്ല ഇതാക്കുന്നത്. ലക്കി റൈസർ രക്ഷപ്പെട്ടിട്ടുണ്ട് ജോണി സിൻസ്. ശ്രുതിഹാസനുള്ള മലയാളം തന്നെ കാണും. അവന്റെ അമ്മയുടെ വെല്ലാരി ശിവാറെഡ്ഡി. രാത്രി കാണണം കേട്ടോ, ഇന്നിരുന്ന് കാണണം. അത് ലക്കി റൈസർ കാണണം. യോധാവോ? ഇവിടുന്ന് ആൾക്കാരെ എല്ലാം ഓൾറെഡി സ്പോട്ടഡ് ആണ്. പോയിന്റുകൾ ഇല്ല. യോധാവ് എങ്ങനെ അടിക്കും? അല്ല, തമന്നയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോടാ ഇവനും കൂടെ മലയാളം മുകളിലുള്ള എന്നെ പടമായിരുന്നു. യോധാവ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു എൻട്രി പോയിന്റ് ഇവിടെ കൊണ്ടുവന്ന് കണ്ടം കുത്തുക. യോധാവ് നൈസാടാ, പക്ഷെ കിട്ടിയാ കിട്ടി പോയാ പോയി. പക്ഷെ വണ്ടി വേണ്ടേ? വണ്ടിയെല്ലാം പോയില്ലേ, അതാണ് പ്രശ്നം. ഇതൊരു നിസ്സഹായമായ ഒരു ടർഫായി പോയല്ലേ. ദുബായ് വരെ എത്തിയല്ലോ. സെക്കൻഡാണോ ഫസ്റ്റ് പിക്ക്? മൈ ബാഡ്, ഞാൻ മിസ് ചെയ്ത് പോയി കേട്ടോ, ക്ഷമിക്കണം. ആ പിക്ക് ഞാൻ കണ്ടില്ല. ഈ അമലാപോളിന്റെ ഒരു പടം ഉണ്ടല്ലോ, എന്തൊരു വൃത്തിയായിട്ട പടം അറിയാം. പക്ഷെ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ആ പാട്ടേ കൊള്ളാം. അറിയാം.
ഓക്കെ TBS അവിടെ കുത്താൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അയ്യോ, പഴുത്ത് അവരുടെ സ്വന്തം പ്ലെയറിനെ തന്നെ ഇടിച്ചു നിർത്തി കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ഡൗൺ. അലക്സൈക്ക് ഡെസ്ട്രോ 2 പിക്കും വാരി എടുത്തിട്ടുണ്ട്. താങ്ക് യു. TBS വേറെ 2 എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അർജുൻ കേറുന്നതിന് മുന്നേ ചത്തുപോയി. കരിയോ ജോസഫ് ഓക്കെ വീണു. ജോണി സിൻസ് അവർ ചാവുന്നത് കണ്ടപ്പോഴേ തിരിച്ചു ഓടി. ഞാനങ്ങനെ പുഴുത്ത് ചാവുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിട്ടുണ്ടെന്ന് നോക്കിയിട്ട് ജോണി സിൻസ് തിരിച്ചു പോയിട്ടുണ്ട്. TBS അണ്ടർ റോയ് ആൻഡ് പട്ട ഇവന്മാരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ലടാ. ഈ ഒരു ആംഗിളിൽ നിന്ന് കേറിയിട്ടുണ്ട്. പക്ഷെ അണ്ടർ ജോയ് പട്ടാഭിരാമന്റെ നടിയിൽ പട്ടാഭിരാമനും അവിടെ നിര്യാതനായിരിക്കും. അങ്ങനെ നമ്മുടെ ജുഗ്രു മാത്രം ചത്തുകൊണ്ട് ഈ ഒരു ടർഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടർഫിന്റെ കില്ലുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 കില്ല് എടുത്തു കൊടുത്തത് TVA ജുഗ്രു തന്നെയാണ്. ഇത് ആരാടാ പറഞ്ഞേ? വേറെ ആരാ പിക്കെടുത്തത്? ജുഗ്രു ആണ് 2 പിക്കെടുത്തത്. ഇല്ലോ ജപ്പാൻ 1 പിക്ക്, ഡെസ്ട്രോ 2 പിക്ക്, ഏബൽ ജോസഫ് 1 പിക്ക്, ഡെസ്ട്രോ 3ാമത്തെ പിക്ക്, ഏബൽ ജോസഫ് 2ാമത്തെ പിക്ക്, സെക്കൻഡ് 1 പിക്ക്, സ്നൈപ്പ് 1 പിക്ക്, ഉണ്ണിമോൻ മന്ദാരത്തെ കൊന്നു. സാവേജ് ജുഗ്രുവിനെയും പട്ടാഭിരാമിനെ ഒരുമിച്ച് കൊന്നു. ഡെസ്ട്രോ ഉണ്ണിമോനെ കൊന്നു. അങ്ങനെ ടർഫ് തീർന്നിരിക്കുകയാണ്.